ഇവിടെയാണ് ലേഖകൻ ഒരു പ്രധാനപ്പെട്ട കാര്യം അടിവരയിട്ട് പറയുന്നത്. അന്നത്തെ ആളുകളുടെ ചെയ്തികൾക്കു പിന്നിൽ പ്രശസ്തിയോ പണമോ ഒന്നുമായിരുന്നില്ല ലക്ഷ്യം. അത് ഗതികേടുകൊണ്ടുള്ളൊന്നായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അതൊരു യഥാർത്ഥ അതിജീവനത്തിന്റെ പോരാട്ടമായിരുന്നു. ശരി, ഇനി നമുക്ക് തിരിച്ചിന്നത്തെ കാലത്തേക്ക് വരാം. ഇവിടെയാണ് ലേഖകൻ പുതിയൊരു പ്രതിഭാസത്തെക്കുറിച്ച് വിമർശനാത്മകമായി നോക്കിക്കാണുന്നത്. കാരണം ഇപ്പോൾ കാര്യങ്ങളാകെ മാറിയിരിക്കുന്നു. ഈ പുതിയ കാലത്തെ താരങ്ങളെ ലേഖകൻ വിളിക്കുന്നത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്നാണ്. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം പോലുള്ള പ്ലാറ്റ്ഫോമുകളിലൂടെ പ്രശസ്തി നേടുന്ന ഒരു പുതിയ തരം സെലിബ്രിറ്റികൾ. അപ്പോ എന്താണ് ഈ പുതിയ താരങ്ങളെ മുന്നോട്ട് നയിക്കുന്നത്? ലേഖകന്റെ അഭിപ്രായത്തിൽ അത് വെറും രണ്ട് കാര്യങ്ങളാണ്: റീച്ചും ലൈക്കും. അവരുടെ കണ്ടന്റ് എത്ര പേരിലേക്ക് എത്തുന്നു, എത്ര പേർക്കത് ഇഷ്ടപ്പെടുന്നു, ഇതിനെ ആശ്രയിച്ചിരിക്കും അവരുടെ വിജയം. അതായത് ജീവൻ നിലനിർത്താനുള്ള ഓട്ടത്തിൽ നിന്ന് ലൈക്കുകൾക്കു വേണ്ടിയുള്ള